ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ലോവർ ക്ലോസിംഗ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 2024 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ആഴ്ചകൾ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീക്കിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് ഇന്ന് മാർക്കറ്റുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സെന്റിമെന്റ്സിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. എന്നാൽ US ഫ്യൂച്ചേഴ്സിലും അതോടൊപ്പം തന്നെ US ഇൻഡെക്സസിലും നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ഇന്ന് ഓൾമോസ്റ്റ് ഒരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ് കാണുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് മോഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജപ്പാന്റെ നിക്കി ഒരു കറക്ഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഹാങ്സങ് 0.5% മുകളിൽ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മിക്സഡ് സെന്റിമെന്റ്സിലാണ് ഏഷ്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് നമുക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും നിരാശപ്പെടുത്തുന്ന Q1 എക്സ്പെക്ടേഷൻസും അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ വന്നതും മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യാത്തതും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിന് ആക്കം കൂട്ടുന്നുണ്ട്. ഈ ആഴ്ച നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡാറ്റകൾ വാച്ച് ചെയ്യാനുണ്ട്. അടുത്ത ദിവസം IIP ഡാറ്റ, ഇന്ന് IIP ഡാറ്റ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. അടുത്ത ദിവസം PMI ഡാറ്റ വരുന്നുണ്ട്. ഒപ്പം 29-ന് US-ന്റെ ഫെഡ് റേറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡീറ്റെയിൽസ് വരും. ഇതെല്ലാം തന്നെ മാർക്കറ്റിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ IIP ഡാറ്റയിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൊമെന്റം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇമ്പാക്റ്റുകൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ട്രിഗേഴ്സ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെ തുടരുമെന്നാണ് കരുതുന്നത്. ഏതായാലും 24,900 എന്ന സപ്പോർട്ടിന് താഴെയായിരിക്കും ഇന്ന് വ്യാപാരം തുടരുക. അതിന് താഴേക്ക് തന്നെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ഒരു സപ്പോർട്ട് ലെവൽസ് എന്ന് പറയുന്നത് 24,750 ലെവലുകളിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ട്രേഡുകൾ എടുക്കുക. എവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.